പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മില്ലുവിൻ്റെ പറക്കൽ ഈ കഥ കേൾക്കൂ. മക്കളെ, മില്ലു, ജില്ലു അകലേക്കെങ്ങും പറന്നു പോകരുത്. അമ്മ വേഗം വരാം. അമ്മ കിളി കുഞ്ഞുങ്ങളോട് പറഞ്ഞു. കഷ്ടിച്ച് പറക്കാറായിട്ടേ ഉള്ളൂ കുഞ്ഞിക്കിളികൾക്ക്. കാട്ടിലെ വഴികൾ പരിചയമില്ലാത്തതിനാൽ തനിച്ചു പറന്നു പോകരുതെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ മില്ലു പറഞ്ഞു, ചില്ലുപ്പെണ്ണേ ചെല്ലപ്പെണ്ണേ, മെല്ലെ നമുക്കു പറന്നാലോ, തെല്ലകലേക്കു പറന്നീട്ടി കാട്ടിലെ കാഴ്ചകൾ കണ്ടാലോ. അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാ. അമ്മ പറഞ്ഞിട്ടുണ്ട് എങ്ങും തനിച്ചു പോകരുതെന്ന്. ചില്ലു സഹോദരിയെ തടഞ്ഞു. അയ്യോ മില്ലു, പോകല്ലേ, അകലേക്കെങ്ങും പോകല്ലേ, കാട്ടിൽ നിറയെ ചതിയുണ്ട്, സൂക്ഷിച്ചില്ലേൽ പണിയാവും. ചില്ലു പറഞ്ഞത് കൂട്ടാക്കാതെ മില്ലു കുഞ്ഞിച്ചിറക് വീശി പറന്നു. പറന്നു പോയ കുഞ്ഞിക്കിളിക്ക് വഴിതെറ്റി. തിരിച്ചു പോരാൻ നോക്കിയപ്പോൾ അവൾക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. മില്ലു ഉറക്കെ കരഞ്ഞു. അമ്മേ അമ്മേ പൊന്നമ്മേ, മില്ലുവിനയ്യോ വഴിതെറ്റി, ചിറകു കുഴയുന്നു, ദേഹം തളരുന്നു, ആകെ വലഞ്ഞല്ലോ ഞാനമ്മേ. മില്ലുവിൻ്റെ കരച്ചിൽ കേട്ട് ഒരു കാട്ടുപൂച്ച മരക്കമ്പിലിരുന്ന് അവളോട് പറഞ്ഞു, കുഞ്ഞിക്കിളിയേ വേഗം വായോ, എന്നോടൊപ്പം പോന്നാൽ നിന്നെ അമ്മക്കരികിൽ ഞാനെത്തിക്കാം. വേഗം വായോ കൺമണിയേ. അവൾക്കാകെ സംശയമായി. കാട്ടുപൂച്ചയെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് പോകാൻ വേറെന്താണ് വഴി? അവൾക്കാകെ വിഷമമായി. ആ വഴി പറന്നു വന്ന കാക്കമ്മച്ചി പറഞ്ഞു, മോളെ വാ, ഞാൻ നിന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാം. ഇനി ഇങ്ങനെ അബദ്ധം കാണിക്കരുത് എന്ന് പറഞ്ഞ് കുഞ്ഞിക്കിളിയെ പുറത്തിരുത്തി കാക്കമ്മച്ചി അമ്മയ്ക്കരികിലേക്ക് പറന്നു. ഈ സമയത്ത് മില്ലുവിനെ കാണാതെ ആദി പിടിച്ച് അമ്മ അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നു. അപകടം കൂടാതെ തൻ്റെ കുഞ്ഞിനെ തിരിച്ചെത്തിയ കാക്കമ്മച്ചിയോട് നന്ദി പറഞ്ഞ് അമ്മക്കിളി മില്ലുവിനെയും കൂട്ടി കൂട്ടിലേക്ക് മടങ്ങി.